ഫേസ്ബുക്കിൽ പുതിയ ലാംഗ്വേജ് സെറ്റിങ്സ് ഇത് അറിയണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും. അതായത് നിങ്ങളെല്ലാവരും ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആൾക്കാരല്ലേ. എന്നാൽ പലവർക്ക് അറിയാത്തതും എന്നാൽ അറിയാന്നുള്ള അവരും ഒരുപാട് പേര് കാണുമായിരിക്കും. 2026 പുതിയ ഒരു ലാംഗ്വേജ് സെറ്റിങ്സ് ഫേസ്ബുക്കിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. ഇത് അറിയാന്നുള്ളവരും യൂട്യൂബിൽ അറിയാന്നുള്ളവരും കുറേ പേര് കാണുമായിരിക്കും. അറിഞ്ഞിടാത്തവർക്ക് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്നത്തെ ഈ വീഡിയോയിൽ ആ സെറ്റിങ്സ് ഫേസ്ബുക്കിൽ എവിടെയാണ് കിടക്കുന്നത്, അത് ഏതാണ് ആ സെറ്റിങ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം രണ്ട് ചാനലിൻ്റെ ബെല്ലൈക്കൺ അവിടെ കാണാൻ സാധിക്കുന്നതാണ്. രണ്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിലാണെന്ന ഓപ്ഷൻ കൊടുക്കുകയെങ്കിൽ മാത്രമേ ഞങ്ങൾ ഇതുപോലത്തെ ടെക്നോളജി പരമായിട്ടുള്ള ആ വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ. പിന്നെ ഇന്നലത്തെ കാര്യം അറിയാമല്ലോ, ഞാൻ പോസ്റ്റ് കമൻ്റ് ആയിരുന്നു, അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ ചെയ്യാതിരുന്നത്. എല്ലാവരുടെയും ഒന്നുകൂടെ ക്ഷമ ചോദിക്കും. അപ്പോൾ എന്താണ് ആ പുതിയ ലാംഗ്വേജ് സെറ്റിങ്സ് എന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ ഇപ്പോൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യാണ്. എന്നിട്ട് ഏത് ലാംഗ്വേജ് ഏത് അക്കൗണ്ടാണ് എടുക്കേണ്ടത് ആ അക്കൗണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇപ്പോൾ എടുക്കുകയാണ്. ഞാൻ എൻ്റെ ഒരു അക്കൗണ്ടാണ് ഇവിടെ നിന്ന് ഞാൻ എടുക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ അക്കൗണ്ട് വേണമെങ്കിൽ എടുക്കാം ഈ രൂപത്തിൽ. ശേഷം നമുക്ക് യൂട്യൂബിലൊക്കെ പോലെ തന്നെ ഈ ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ്റെ ഭാഷ മാറ്റാൻ സാധിക്കുന്നതാണ്. അതിനാണ് ഞാൻ ഇത്രയും നീട്ടി തമ്പനയിൽ കൊടുത്തത്. ഫേസ്ബുക്ക് ആപ്ലിക്കേഷനും യൂട്യൂബൊക്കെ പോലെ തന്നെ ഫേസ്ബുക്കിൻ്റെ ഭാഷയെ മാറ്റാൻ സാധിക്കുന്നതാണ്. മലയാളം ഭാഷയും സപ്പോർട്ടാണെന്ന് തോന്നുന്നു, ഞാൻ നോക്കിയില്ല. അപ്പോൾ ആ സെറ്റിങ്സ് എവിടെയാണ് കിടക്കുന്നതെന്നാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അതിനായിട്ട് ഇവിടെ 3 ലൈൻസ് കാണാൻ സാധിക്കും. ഏത് അക്കൗണ്ട് സെലക്ട് ചെയ്താലും ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ്റെ ലാംഗ്വേജ് മൊത്തത്തിൽ മാറും. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുകൊണ്ട് അറിഞ്ഞൂടാത്ത ലാംഗ്വേജിലേക്ക് മാറ്റാതിരിക്കുക. അങ്ങനെ മാറ്റിയിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടേണ്ട മാർഗം ഇന്നത്തെ ഈ വീഡിയോയിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഇവിടെ 3 ലൈൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇവിടെ 3 ലൈൻസ് ചില ആളുകൾക്ക് മനസ്സിലാവില്ല, അതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. 3 ലൈൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെറ്റിങ്സ് ആൻഡ് പ്രൈവസി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ശേഷം സെറ്റിങ്സ് എന്നതിന് ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നേരം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കുറേ ഓപ്ഷൻസുകൾ ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ലാംഗ്വേജ് ആൻഡ് റീജിയൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ലാംഗ്വേജ് ആൻഡ് റീജിയൻ. ഇവിടെ ലാംഗ്വേജ് ആൻഡ് റീജിയൻ കൊടുത്തു കഴിഞ്ഞാൽ കുറേ ലാംഗ്വേജ് യൂസ് ചെയ്യാനുള്ള പേജായിരിക്കും വരുന്നത്. ഇതൊക്കെ പുതിയത് 2026 വന്ന പുതിയ ഒരു ഫേസ്ബുക്കിൻ്റെ അപ്ഡേറ്റ് കാരണമാണ് ഇങ്ങനെ വന്നത്. 2026 ഇങ്ങനെയാണ് ഫേസ്ബുക്കിൻ്റെ ലാംഗ്വേജ് മാറ്റേണ്ടത്. അപ്പോൾ ഇങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്പ് ലാംഗ്വേജ് എന്ന മുകളിൽ തന്നെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഫേസ്ബുക്ക് ആപ്പിൻ്റെ ലാംഗ്വേജ് മൊത്തത്തിൽ മാറ്റണം എന്നുണ്ടെങ്കിൽ, ഇഷ്ടമുള്ള ലാംഗ്വേജ് മൊത്തത്തിൽ മാറ്റണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഡിഫോൾട്ടായിട്ട് ഇംഗ്ലീഷാണ് സെലക്ട് ആയി കിടക്കുന്നത്. ഇവിടെ ആരോ മാർക്ക് കാണാൻ സാധിക്കും. ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ലാംഗ്വേജസ് സെർച്ച് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ മലയാളം സെർച്ച് ചെയ്യാണ്. മലയാളം ഒട്ടോ അറിയില്ല, മലയാളം ഇവിടെ ഉണ്ട്. ഞാൻ ഇപ്പോൾ മലയാളം സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് സേവ് ചെയ്യുന്നു. മലയാളം സെർച്ച് ചെയ്ത് ഞാൻ ഇപ്പോൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ ഒന്നേന്ന് റീസ്റ്റാർട്ട് ആകും. റീസ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ നമ്മളെടുത്ത് വെച്ച സെറ്റിങ്സിൻ്റെ അകത്തായിരിക്കും കിടക്കുന്നത്. ഇനി നമ്മൾ ഫുള്ള് നോക്കിക്കഴിഞ്ഞാലും ഇനി നമ്മൾ ഏത് ഭാഷയിൽ മാറ്റിയോ ആ ഭാഷയിലായിരിക്കും നമ്മളെ ഫേസ്ബുക്കിൽ കിടക്കുന്നത്. ഫുള്ളും മലയാളത്തിൽ തന്നെ ആയിരിക്കും. ഇവിടെ എന്തിനെടുത്താലും ഫുള്ളും മലയാളത്തിൽ തന്നെ ആയിരിക്കും. ഇനി നമുക്ക് ഇംഗ്ലീഷിൽ മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇവിടെ 3 ലൈൻസ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ക്രമീകരണവും സ്വകാര്യതയും, അതായത് സെറ്റിങ്സ് ആൻഡ് പ്രൈവസി എന്ന ഓപ്ഷനാണ് ഇംഗ്ലീഷിൽ കിടന്നപ്പോൾ ഉള്ള ഒരു ഓപ്ഷനാണ്. ഇവിടെ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കുറേ ഓപ്ഷൻസുകൾ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇതിൽ
ക്രമീകരണങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരത്തെ എടുത്ത സെറ്റിങ്സിൻ്റെ പേജിലേക്ക് തന്നെ പോകും. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കുറേ ഓപ്ഷൻസ് ഒക്കെ കാണാൻ സാധിക്കും. ഇവിടെ ഭാഷയും പ്രദേശവും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അതാണ് നമ്മൾ നേരത്തെ കാണിച്ച ലാംഗ്വേജ് ആൻഡ് റീജിയൻ ഓപ്ഷൻ. അവിടെ പോയിട്ടാണ് നമുക്ക് ഫേസ്ബുക്കിൻ്റെ ഭാഷ, അതായത് ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ്റെ ഭാഷ വിവിധ ഭാഷയിലേക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നത് ആ ഓപ്ഷൻ്റെ അകത്ത് പോയിട്ടാണ്. ഇവിടെ അപ്പോൾ ഞാൻ മലയാളത്തിൽ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. ഇനി നിങ്ങൾ മറ്റേതെങ്കിലും ലാംഗ്വേജിലാണ് ചെയ്തതെങ്കിൽ ആ ലാംഗ്വേജിലേക്കായിരിക്കും കിടക്കുന്നത്. ഇവിടെ ഞാൻ ഇപ്പോൾ ഭാഷയും പ്രദേശവും, അതായത് ലാംഗ്വേജ് ആൻഡ് റീജിയൻ, ആ ഓപ്ഷൻ സെലക്ട് ചെയ്യണം. അപ്പോൾ ആ ഭാഷ എന്ന് പറഞ്ഞിട്ട് തന്നെ നമുക്കിവിടെ ഓപ്ഷൻ ഉണ്ട്. ആ ഭാഷ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ ഇവിടെ ആരോ മാർക്ക് കാണാൻ സാധിക്കും. മലയാളം നമ്മൾ നേരത്തെ സെലക്ട് ചെയ്തുകൊണ്ട് മലയാളത്തിൽ തന്നെ ആയിരിക്കും ഇത് കിടക്കുന്നത്. ഇവിടെ നമുക്ക് മലയാളം ഇവിടെ ഒന്ന് പ്രസ് ചെയ്യാം. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒന്നല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇംഗ്ലീഷ് യൂസ് ചെയ്യേണ്ട ഓപ്ഷൻ ഇവിടെ താഴെ തന്നെ നൽകിയിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വേറെ ഏതെങ്കിലും ഭാഷയിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. ഇംഗ്ലീഷ് യൂസ് ആണോ, ഇംഗ്ലീഷ് യൂസ് ആണോ, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇംഗ്ലീഷിലുള്ളത് ഏത് വേണം സെലക്ട് ചെയ്യാം. എല്ലാ ഇംഗ്ലീഷ് വന്നു തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. ഞാനിപ്പോൾ ഇവിടെ സെർച്ച് ചെയ്യുന്നുണ്ട്. സെർച്ച് ചെയ്യാതെ തന്നെ ഇവിടെ ഓപ്ഷൻ ഇവിടെ അവർ കൊടുത്തിട്ടുണ്ട്. ആ ഓപ്ഷൻ തന്നെ ഞാൻ ഇവിടെ സെലക്ട് ചെയ്യണം, ഇംഗ്ലീഷ് യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ. ശേഷം ഇവിടെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും താരെ. ഇവിടെ ഞാൻ മലയാളത്തിൽ മാറ്റിയത് കൊണ്ടാണ് എല്ലാം തന്നെ മലയാളത്തിൽ കിടക്കുന്നത്. ചില ആളുകൾക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല, അവർക്കാണ് ഒന്നുകൂടെ മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞത്. ഇവിടെ സന്ദർശിക്കുക എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അത് ഞാൻ മലയാളത്തിൽ മാറ്റിക്കൊണ്ടാണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങളെ ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ തനിയെ തന്നെ ഇംഗ്ലീഷിലേക്ക് മാറുന്നതാണ്. ഇനി ചില ആളുകൾ ഈ ഫേസ്ബുക്കിൻ്റെ അറിഞ്ഞൂടാത്ത ഭാഷയിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അങ്ങനെ പെട്ടുപോയവർ ഒരുപാട് പേരുണ്ട്. അവർ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ്റെ ഡാറ്റ ഇതുപോലെ ക്ലിയർ ചെയ്യുക. ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ ഇതുപോലെ എടുത്തതിന് ശേഷം ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആപ്പ് ഇൻഫോ, ചില ഫോണിൽ ഐ ബട്ടൺ ആയി കാണാൻ സാധിക്കുന്നത്. ആപ്പ് ഇൻഫോ ആണെങ്കിൽ ഐ ബട്ടൺ ആണെങ്കിലും അവിടെ ക്ലിക്ക് ചെയ്യാം. എനിക്കിപ്പോൾ ഇവിടെ ആപ്പ് ഇൻഫോ ആണ്. ശേഷം അതിൻ്റെ ഇതുപോലെ സ്റ്റോറേജ് ആൻഡ് ക്യാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണും. ചില ഫോണിൽ ഇതും വ്യത്യാസം ഉണ്ടാവും. ഇതും വ്യത്യാസമുള്ള ഫോണുകളിൽ സ്റ്റോറേജ് ആൻഡ് ക്ലിയർ എന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓപ്ഷനിലായിരിക്കും ഈ ഓപ്ഷൻ കിടക്കുന്നത്. ഇവിടെ എനിക്ക് സ്റ്റോറേജ് ആൻഡ് ക്യാച്ച് എന്നാണ് കിടക്കുന്നത്. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്തിനായാലും എല്ലാ ഫോണുകളിലും ഈ ഓപ്ഷൻ ഉണ്ടാകും. ശേഷം ഇവിടെ ക്ലിയർ സ്റ്റോറേജ്, ക്ലിയർ ക്യാച്ച്, അത് രണ്ടും ക്ലിയർ ചെയ്ത് കൊടുക്കുക. അത് രണ്ടും ക്ലിയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നേരത്തെ ഒരു പുതിയ ഫേസ്ബുക്ക് എങ്ങനെ ഉപയോഗിക്കുക അതുപോലെ ഇരിക്കും. അതായത് പുതിയതായിട്ട് ഫേസ്ബുക്ക് എല്ലാം ലോഗിൻ ചെയ്യണം, എന്നിട്ട് നിങ്ങൾ ഉപയോഗിക്കണം. നിങ്ങൾ അറിഞ്ഞൂടാത്ത ഭാഷയിലേക്ക് മാറ്റിയെങ്കിൽ ആ ഒരു വരിയുള്ള അല്ലെങ്കിൽ സിമ്പൽ വെച്ച്, അതായത് ഈ സിമ്പൽ ഉണ്ടല്ലോ, ഓരോ സിമ്പലുണ്ടല്ലോ, അത് വെച്ച് കണ്ടുപിടിക്കുക. അപ്പോൾ അറിഞ്ഞൂടാത്ത ഭാഷയിലേക്ക് മാറ്റിയവർക്ക് ഈ 2 വരികളുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇങ്ങനത്തെ എല്ലാതരം ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ദിവസവും നിങ്ങൾക്ക് ലഭിക്കുക. MK ചോയ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ, ദേവഹരി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം 2 ചാനലിൻ്റെ ബെല്ലൈക്കൺ അവിടെ കാണാൻ സാധിക്കുന്നതാണ്. 2 ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിലാളെന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ ഇന്ന് ഇതുപോലത്തെ ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോസുകൾ നിങ്ങൾക്ക് ദിവസം നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ. പിന്നെ ഇത് അറിയുക എന്നുള്ളവർ ഒരുപാട് പേരുണ്ട്. അറിഞ്ഞിടാത്തവർക്കാണ് ഈ വീഡിയോ ചെയ്തത്. പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അറിയാത്തവരാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിലും അറിയാമെന്നുള്ളവരാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിലും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അറിയാത്ത ഒരുപാട് ആൾക്കാർ ഈ വീഡിയോ കണ്ടിട്ട് അവർക്കും ഉപകാരമായി മാറും. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി ടിപ്സ് വീഡിയോയുമായി നോക്കാം.